അപ്പോൾ ഇത് വെള്ളത്തിയിട്ട് കുതിർത്തിയിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് മസാല കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഒരു സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, കുറച്ച് കാശ്മീരി ചില്ലി, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു സ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കും. ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് കോൺഫ്ലവറാണ്. കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചിട്ട് കൊടുക്കണുള്ളത് സെറ്റാൻ വേണ്ടിയിട്ട്. നന്നായി മിക്സ് ആക്കുക എല്ലാം കൂടി. എണ്ണ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ, അത് ചൂടായി വരുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സ്പൂണ് ഇഞ്ചി ചതച്ചത്, ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, ജിഞ്ചർ ഗാർലിക്, 2 സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 2 സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് സോസ് ഇട്ട് കൊടുക്കുക, കുറച്ച് സോയാ സോസ്, രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സോയാ ചങ്ക് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.